എൻ്റെ കയ്യിൽ ഒരു മകൻ അപ്പന് ഹൃദയരക്തം കൊണ്ട് എഴുതിയ ഒരു കത്താണ്. ഈ കത്ത് വായിച്ച് എൻ്റെ ഹൃദയവും വ്യാകുലപ്പെടുന്നു. ഒരുപാട് മക്കളുടെ ഹൃദയ നൊമ്പരങ്ങൾ മുഴുവൻ ഈ കത്തിൽ എവിടെയോ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 1919 നവംബർ മാസത്തിൽ വിഖ്യാത എഴുത്തുകാരനായ ഫ്രാൻസ് കാഫ്ക, അദ്ദേഹത്തിൻ്റെ അപ്പൻ ഹെർമൻ കാഫ്കയ്ക്ക് എഴുതിയ കത്താണിത്. ലെറ്റർ ടു ഹിസ് ഫാദർ എന്ന ടൈറ്റിൽ. ജർമ്മൻ ഭാഷയിൽ ബ്രീഫ് ആൻഡ് ദെൻ വാട്ടർ. ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി, അപ്പന്മാർക്ക് മക്കൾ എഴുതുന്ന ഏതൊരു കത്തിൻ്റെ സാമ്യതയുണ്ട്. അപ്പന്മാരൊക്കെ 1919 എഴുതിയപ്പെട്ട ഈ കത്ത് അത് വായിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ നിങ്ങളുടെ പറയാൻ കൊതിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ കത്തിലുണ്ട്. നിങ്ങളുടെ മകനോ മകളോ ഹൃദയത്തിൽ എവിടെയും ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കാൻ പോലും ആ കുഞ്ഞ് ധൈര്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ കരുതുന്നത് നിങ്ങളൊരു പെർഫെക്റ്റ് പപ്പയാണെന്നാണ്. ചങ്ങാതി, ചില നേരങ്ങളിൽ ഞാൻ എൻ്റെ തന്നെ തെറ്റിദ്ധാരണകളുടെ മിഥ്യാലോകത്തിൽ ഒരു സ്ലീപ്പ് വാക്കറെ പോലെ സഞ്ചരിക്കായിരിക്കാം. പെർഫെക്റ്റാണ് ഞാനെന്നാണ് ഞാൻ കരുതുന്നത്. ഇംപെർഫെക്ഷൻ നിറച്ചു വെച്ചൊരു മനുഷ്യൻ പെർഫെക്റ്റ് എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ഉള്ളിൽ ചിരിക്കുന്നുണ്ട്, പുറത്ത് പേടിച്ച് അവർ മൗനം കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥയെങ്കിലും അറിഞ്ഞുകൂടാ. ഈ കാഫ്ക ലെറ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഐ എം അഫ്രൈഡ് ഓഫ് യു. എനിക്ക് നിങ്ങളെ പേടിയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പന്മാരെ ആദരവിനപ്പുറത്തെ പേടിയോട് നോക്കിക്കാണുന്ന കുഞ്ഞുങ്ങളില്ലേ? ഇപ്പോഴും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. അപ്പൻ മകനോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് വീട്ടിൽ എന്നും വൈകി വരുന്നത്? ഞാൻ ഇന്ന് നിന്നോട് കമാൻഡ് ചെയ്യുകയാണ്, വീട്ടിലോട്ട് പോകും. അയാൾ വിദേശത്ത് നിന്നാണ് മകനെ വിളിച്ചത്. മകൻ പറഞ്ഞു, വീടോ? അത് മിലിറ്ററി ക്യാമ്പല്ലേ? നിങ്ങൾ വിദൂരത്ത് നിന്നുകൊണ്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന മിലിറ്ററി ക്യാമ്പ്. പിന്നെ നിങ്ങൾ മിലിറ്ററി കമാൻഡർ അല്ലേ? നിങ്ങൾ മിലിറ്ററി കമാൻഡർ ആകാതെ അപ്പനായി മാറുമ്പോൾ ഞാൻ അനുസരിക്കാം. അപ്പോൾ മിലിറ്ററി ക്യാമ്പ് വീടായി മാറും. അതുവരെ ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കില്ല. ഇത് പറയുന്ന കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞാണോ? വെറുതെ ഒന്ന് ചോദിക്കുക. പേടിപ്പെടുത്തി ഒരാളെ എങ്ങനെയാണ് നന്നാക്കാൻ പറ്റുക? സ്നേഹിച്ചല്ലാതെ ഒരാളെ എങ്ങനെയാണ് നന്നാക്കുക? ഈ മിലിറ്ററി ട്രെയിനിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് കൊല്ലാൻ വേണ്ടിയുള്ള ട്രെയിനിങ് അല്ലേ? നേരത്തെ കൊല്ലാനും ചാകാനും വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് മിലിറ്ററി ട്രെയിനിങ് അല്ലേ? നിങ്ങളങ്ങനെ ചിന്തിക്കുക. നിങ്ങളുടെ വീട്ടിൽ മിലിറ്ററി സൈലൻസ്, മിലിറ്ററി ഡിസിപ്ലിൻ, മിലിറ്ററി ട്രെയിനിങ് ആണെങ്കിൽ അവിടെ ആരെയാണ് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് ചാകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്? അപ്പോൾ ചില തെറ്റിദ്ധാരണകളൊക്കെ നമുക്കുണ്ട്. വെറുതെ ഉള്ളിലേക്ക് നോക്കുക. വീണ്ടും കാഫ്ക എഴുതുന്ന അടുത്ത വരി: മൈ റൈറ്റിംഗ് വാസ് ഓൾ അബൌട്ട് യു. ഞാൻ എഴുതിയതൊക്കെ നിങ്ങളെക്കുറിച്ചായിരുന്നു. ഓൾ ഐ ഡിഡ് ദെയർ വാസ് ടു ബി മോൺ വാട്ട് ഐ കുഡ് നോട്ട് ബി മോൺ അപ്പോൺ യുവർ ചെസ്റ്റ്. അതായത് ഞാൻ എഴുതിയത് മുഴുവൻ നിങ്ങളെക്കുറിച്ചായിരുന്നു പപ്പ. ഇനി ഞാൻ വിലപിച്ചതൊക്കെ, ലോകത്ത് നോക്കി വിലപിച്ചതൊക്കെ നിങ്ങളുടെ നെഞ്ചിൽ ചാരിയിരുന്ന് വിലപിക്കാൻ പറ്റാത്തതിനെ കുറിച്ചാണ്. അതായത് നിങ്ങളുടെ നെഞ്ചിൽ ചാരിയിരുന്ന് നിങ്ങളോട് പറയാൻ ഞാൻ കൊതിച്ച കാര്യങ്ങളാണ് നിങ്ങൾ അതിനെന്നെ അനുവദിക്കാത്തത് കൊണ്ട് ലോകത്തോട് മുഴുവൻ ഞാൻ വിളിച്ചു പറഞ്ഞത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ കുഞ്ഞിന്റെ കണ്ണിൽ നോക്കിയിട്ട് എത്ര നാളായി? നിങ്ങളുടെ മകന്റെ കഥ കേട്ടിരുന്നിട്ട് എത്ര നാളായി? അവനൊന്ന് അഭിനന്ദിച്ചിട്ട് എത്ര നാളായി? ഏതു നേരവും കറക്ഷൻ, ഡയറക്ഷൻ, കമാൻഡിങ്, ഡിമാൻഡിങ്. നിങ്ങളറിയാതെ ഒരു മിലിറ്ററി ക്യാമ്പാക്കി നിങ്ങളുടെ വീടിനെ മാറ്റിയിട്ടുണ്ട്. എപ്പോഴേക്കും നിങ്ങളത് ഓർത്തിട്ടുണ്ടോ? ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ. അവിടെ ആരും തിരിച്ചൊന്നും പറയാൻ പാടില്ല. ഈ ഗെസ്റ്റപ്പോസ് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ മിലിറ്ററി ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്ന കുട്ടികൾക്ക് സംസാരിച്ച ശേഷി പോലും ഇല്ലാതായി പോയത്രേ. കാരണം
അവരൊന്നും പറയാൻ അനുവദിക്കപ്പെട്ടവരായിരുന്നില്ല. കേട്ടുകൊണ്ടേയിരിക്കുന്ന ഓരോ മനുഷ്യർ. കേൾക്കുന്നതോ തെറിവാക്കും, പൊളിവാക്കും, നുണകളും. ഇപ്പൊ അവർക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങളുടെ കുഞ്ഞ് തീർത്തും അന്തർമുഖനായി മാറിയതിന്റെ പിന്നിൽ നിങ്ങളുടെ അധികാര ചുവയുള്ള ഭാഷയ്ക്ക് വല്ല പങ്കുണ്ടോ? ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാഫ്ക തന്നെ വിളിക്കുന്നത് ഡിസ്ഇൻഹെറിറ്റഡ് സൺ എന്നാണ്. അതായത് പിതൃത്വമില്ലാത്ത മകൻ. അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാകാറില്ലേ? ഒരാള് എപ്പോഴും റാങ്ക് ഹോൾഡറായി ജയിച്ചു വരുന്ന ആളാണ്. ഇപ്പോൾ വലിയ പദവിയിലിരിക്കുന്ന മനുഷ്യനാണ്. മകൻ അതുപോലെയല്ല. അവൻ ആർട്ടിസ്റ്റിക് സെൻസുള്ള മനുഷ്യനാണ്. ആർട്ടിസ്റ്റിക്കായി വളരണം. സിനിമാ ലോകത്തേക്ക് പോകണം. അല്ലെങ്കിൽ വലിയ കലാകാരനായി മാറണം. ഇതൊക്കെയാണ് അവന്റെ സ്വപ്നം. ഇയാൾക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഇയാൾ കരുതുന്നത് അയാളെപ്പോലെ തന്നെ റാങ്ക് ഹോൾഡറായി, പഠിപ്പിസ്റ്റായി ഇയാൾ പറയുന്ന വഴിയിലൂടെ നടക്കണമെന്നാണ്. ഈ മനുഷ്യൻ പെട്ടെന്നൊരു ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണോടാ നിന്റെ അപ്പൻ? മകൻ അപ്പന്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു, അപ്പാ, അപ്പന് തന്നെ സംശയമാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് എന്നെക്കുറിച്ച് സംശയമില്ലാതിരിക്കുക? ഇതാണ് ജീവിതത്തിന്റെ ഒരു ക്രൂരത, ഒരു ട്രാജിക് സീനാണത്. കാഫ്ക ഇങ്ങനെ പറയുന്നുണ്ട്, ഐ ബിക്കെയിം unsure even of a thing nearest to my body, my own body. അതായത് എൻ്റെ ഏറ്റവും അടുത്ത കാര്യത്തെക്കുറിച്ച് പോലും എനിക്ക് ഷുവർട്ടി ഇല്ലാതായി. അത് എൻ്റെ ശരീരത്തെക്കുറിച്ച് പോലും എനിക്ക് സംശയമാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അഷ്ടവക്രൻ എന്നൊരു കഥാപാത്രം ഉണ്ടല്ലോ ഭാരതീയ പുരാണത്തിൽ. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അച്ഛൻ കഹോടക മഹർഷി വേദം ഉച്ചരിക്കുകയാണ്. അപ്പോ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, വേദ ഉച്ചാരണത്തിൽ തെറ്റുണ്ട്, ഉച്ചാരണ ശുദ്ധി ഇല്ല. ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ പറഞ്ഞു, അച്ഛനെ തിരുത്താൻ ഗർഭത്തിൽ വെച്ച് തന്നെ ശ്രമിച്ച നീ ജനിച്ചു കഴിയുമ്പോൾ അഷ്ടവക്രങ്ങളുള്ളവനായി പിറന്നു വീഴും. അവനങ്ങനെയാണ് പിറന്നു വീണത്. ചില നോട്ടം, ചില സ്പർശം, ചില വാക്കുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഡിഫോംഡ് ആക്കി മാറ്റുന്നുണ്ട്. നിങ്ങൾ കുഞ്ഞിനെ ജനിപ്പിച്ചു, പക്ഷേ ജനിപ്പിച്ച ആള് തന്നെ കുഞ്ഞിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, സ്പർശം കൊണ്ട്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തൊരു വാചകം, യു അബ്യൂസ്ഡ് വിത്ത് റിഗ്രറ്റ് ആൻഡ് കണ്ടംപ്റ്റ് അബ്യൂസ് ആൻഡ് സെഡ് ഇറ്റ് വാസ് ഫോർബിഡൻ. അതായത് വീട്ടിൽ എപ്പോഴും എല്ലാവരും അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് നീ ആരെ അബ്യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാവരും തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറ്റം വിധിക്കാൻ പാടില്ല ആരെയും എന്ന് പറയുകയാണ്. മകന്റെ മുമ്പിൽ വെച്ച് സകല മനുഷ്യനെയും വിധിക്കുന്ന മനുഷ്യൻ പറയുന്നത് നമ്മൾ ആരെയും വിധിച്ചുകൂടാ. ഇനപ്റ്റ് മോണിറ്ററിങ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് സൈക്കോളജിയിൽ. അതായത് മൂഡ് അനുസരിച്ച് സ്വഭാവം മാറുന്ന അവസ്ഥ, മൂഡ് അനുസരിച്ച് നമ്മുടെ പോളിസികൾ മാറുന്ന അവസ്ഥ, മൂഡ് അനുസരിച്ച് പ്രിൻസിപ്പിൾസ് മാറുന്ന അവസ്ഥ. കുഞ്ഞുങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും. ഈ കൺഫ്യൂസ്ഡ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ സ്ഥിരതയില്ലാത്ത അപ്പന്മാരുടെയും അമ്മമാരുടെ ഒപ്പം ജീവിക്കുമ്പോഴാണ്. അടുത്ത ചോദ്യം, സ്ഥിരതയില്ലാത്ത അപ്പനോ അമ്മയോ ആണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് കൺഫ്യൂസ്ഡ് കുഞ്ഞായിരിക്കും. ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഏതാ ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നടക്കേണ്ട വഴി, നടക്കാൻ പാടില്ലാത്ത വഴി. കാരണം നടക്കാൻ പാടില്ലാത്ത വഴി നിന്നുകൊണ്ടാണ് നടവഴിയെക്കുറിച്ച് അപ്പൻ അമ്മ ക്ലാസ് എടുക്കുന്നത്. ഇത് പലരുടെ അവസ്ഥയാണ്. അധ്യാപകനായിട്ടുള്ള അപ്പൻ ക്ലാസ് എടുക്കുമ്പോൾ മകൻ സഹപാഠിയോട് പറയുന്നു, കണ്ടില്ലേ, അഴുക്ക് അഴകിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, എത്ര സുന്ദരമായ കവിതയാണത്. അഴുക്ക് അഴകിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന അവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഈ ചോദ്യത്തിന് നിങ്ങൾ ഓരോരുത്തരും ഉത്തരം കണ്ടെത്തണമെന്ന് ഞാൻ കരുതുകയാണ്. വീണ്ടും കാഫ്ക പറയുന്നു, ഐ വിൽ റിപ്പ് യു അപ്പാർട്ട് ലൈക്ക് എ ഫിഷ്. ഇടക്കപ്പം പറഞ്ഞത് അങ്ങനെയാണ്, നിന്നെ ഞാൻ മീനെന്ന പോലെ കീറി മുറിച്ച് കളയും. അപ്പൊ ഇദ്ദേഹം പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു വാചകമുണ്ട്. നിങ്ങൾ ഇങ്ങനെ വിരുന്ന് മേശയിൽ വെച്ചൊക്കെ എന്നെ നിർദ്ധയം പീഡിപ്പിക്കുമ്പോൾ നല്ലൊരു വാക്ക് എന്നുള്ളത് നിങ്ങൾ ദാനമായി തന്നതാണെന്ന് അന്നത്തെ കുഞ്ഞ് തെറ്റിദ്ധരിച്ചു പോയി.
എൻ്റെ ജീവിതം മൊത്തത്തിൽ നിങ്ങളുടെ ഉദാരതയാണ്. നല്ല വാക്ക് നിങ്ങളുടെ ദാനമാണ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന പാവപ്പെട്ട ഒരു കുഞ്ഞിനെ നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ശരിയല്ലേ? ആലോചിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. നല്ലൊരു വാക്ക് ഉദാരത പോലെ അപ്പം നൽകുകയാണെങ്കിൽ കുഞ്ഞെങ്ങനെയാണ് ജീവിതത്തിൽ ഉദാരതയെക്കുറിച്ച് സന്തോഷിക്കുക? നിങ്ങളെപ്പോഴും പിശുക്ക് കാണിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിന് വിശാലതയിലേക്ക് കൈപിടിച്ച് നടത്തുന്നില്ലെങ്കിൽ വിശാലതയെക്കുറിച്ച് കുഞ്ഞെങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക? മാത്രമല്ല, കീറി മുറിക്കുന്ന വിധത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നിരന്തരം ചോദ്യം ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ മാതൃക കാണിച്ചു കൊടുക്കുന്നില്ല. ഈ അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? അപ്പൻ മകനോട് പറയുന്നു, നീ എന്നെ അനുസരിക്കുന്നില്ലല്ലോ ഈയിടെയായിട്ട്. ഒട്ടും അനുസരിക്കുന്നില്ല. തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകും, വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ തെക്കോട്ട് പോകും. നീ എന്താ ഇങ്ങനെ? അപ്പോൾ മകൻ പറയുന്നു, നിങ്ങൾ പറയുന്ന ഉപദേശം 1000 കിലോഗ്രാമാണ്. കാരണം നിങ്ങളുടെ ജീവിതം 100 ഗ്രാം പോലും തികയില്ല. അതുകൊണ്ടാണ് യഥയുടെ കഥാപാത്രം പറയുന്നുണ്ട്, ദ ലൈഫ് യു ലിവ് എക്കോസ് ഇൻ മൈ ഇയേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഐ കനോട്ട് ഹിയർ എ തിങ് യു സേ. നിങ്ങൾ ജീവിക്കുന്ന ജീവിതം എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ജീവിക്കുന്ന ജീവിതം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ അവസ്ഥയുണ്ടോ? ഒരാൾ ഓടി വന്നിരിക്കുകയാണ്. അയാൾ പറഞ്ഞു, നീ ക്ലാസ്സിൽ നിന്ന് എന്തോ കട്ടെന്ന് കേട്ടല്ലോടാ. എന്താ കട്ടത്? ആ കൂളായിട്ട് പറഞ്ഞു, കുറച്ച് പെൻസിൽ കെട്ടും. ഇയാൾ പറഞ്ഞു, പെൻസിലാ? പെൻസിൽ കെട്ടത് എന്തിനാടാ? ആ മറുപടി ഒന്നും പറഞ്ഞില്ല. അയാൾ പറയാണ്, ആവശ്യത്തിലധികം പേന ഞാൻ ഓഫീസിൽ നിന്ന് ഒക്കെ എടുത്ത് കൊണ്ടുവരുന്നില്ലേ, പിന്നെ എന്തിനാണ് നീ പെൻസിൽ കെട്ടത്? ഇതാണ് നമ്മുടെയൊക്കെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള സത്യസന്ധതയില്ലാത്ത രീതികളിലൂടെ നമ്മൾ കടന്നു പോയിട്ട് കുഞ്ഞുങ്ങൾ സത്യസന്ധരായി ജീവിക്കണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ട് എന്ന് എന്നെങ്കിലും മനസ്സിലാക്കുക. പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ മകൻ വായിക്കുന്ന, മകൾ വായിക്കുന്ന ആദ്യത്തെ പുസ്തകങ്ങൾ അപ്പൻ്റെ അമ്മയുടെയും ജീവിതങ്ങളാണ്. ആദ്യം വായിക്കുന്ന പുസ്തകത്തിൽ തോന്നിയാക്ഷരങ്ങളും പൊളിയക്ഷരങ്ങളും തെറിയക്ഷരങ്ങളും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് പിന്നെ എങ്ങനെയാണ് നല്ല വഴിയിലൂടെ നടക്കുക? നിങ്ങൾ നടക്കുന്ന വഴി ശരിയില്ല വഴിയാണെങ്കിൽ കുഞ്ഞെങ്ങനെയാണ് ശരിയുള്ള വഴിയിൽ ഇനി നടക്കുക? ഇനി നിങ്ങളുടെ കുഞ്ഞ് മോശമായി പോകുമെന്ന് കരുതി പ്രിയപ്പെട്ട വാക്കുകളൊക്കെ നിങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് മറച്ചു വെച്ച് അവിടെ കൈപ്പരസമായിട്ടത് മാറിയിട്ടുണ്ട്. നല്ലത് പറയുക. മകനോട് നല്ലതൊന്നും പറയാതെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തെറ്റിപ്പോകുമെന്ന് കരുതി എപ്പോഴും കുറ്റപ്പെടുത്തി, എപ്പോഴും കോപിച്ച്, എപ്പോഴും അവനെ കറക്റ്റ് ചെയ്തിരിക്കുന്നൊരപ്പൻ. എന്നിട്ട് അവൻ ഉറങ്ങുമ്പോൾ മാത്രം ഇയാൾ ചെന്ന് അവനോട് നല്ലത് പറയും. ഉറങ്ങുന്ന ഒരാളോട് സ്വീറ്റ് വേർഡ്സ്. അവന് ഉമ്മ വെക്കും. അവൻ്റെ ഗാഠനിദ്രയിലാണ്. അവനൊന്നും അറിയുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷെ അവനത് അറിയരുത്. സ്നേഹമൊന്നും കാണരുത്. സ്നേഹം അറിഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോകുന്നതാണ്. ന്യൂമാന്റെ സുന്ദരമായ ഒരു പുസ്തകത്തിൽ അപ്പൻ മകൻ മരിച്ചതിന് ശേഷം നനച്ചിരിക്കാത്ത നേരത്ത് മരിച്ചുപോയ മകന്റെ ശവസംസ്കാരത്തിനും തൊട്ടു മുമ്പ് ശവപ്പെട്ടിക്കരിയിൽ വന്ന് അവന് വേണ്ടിയുള്ള ലെറ്റർ വായിച്ചു കേൾപ്പിക്കുകയാണ്. മോനെ, നീ വളരെ സ്വീറ്റായിരുന്നു, വളരെ നല്ലതായിരുന്നു. നിന്നോട് നല്ല കാര്യങ്ങൾ പറയണമെന്ന് കരുതി, പക്ഷെ പറഞ്ഞാൽ നീ തലതിരിഞ്ഞ് പോകുമെന്ന് കരുതി ഞാൻ പിന്നെ പറയാമെന്ന് കരുതി. പക്ഷെ പിന്നെ പറയാൻ പറ്റാത്ത വിധത്തിൽ നീ കടന്നുപോയല്ലോ. ഈ ലെറ്റർ ഞാൻ ഈ ശവപ്പെട്ടിയിൽ വെക്കുകയാണ്. മാലാഖമാർ നിനക്ക് വേണ്ടി ഇത് വായിച്ചു തരും. മോനെ, നിന്നെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനമായിരുന്നു. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഒരുപാട് മിസ് ചെയ്തിരുന്നു, ഒരുപാട് നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചുമന്നിരുന്നു. അത് പറയാൻ പറ്റിയില്ല മോനെ. എൻ്റെ ഹൃദയവികാരങ്ങൾ മാലാഖമാർ നിനക്ക് പറഞ്ഞു തരട്ടെ. കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ഹൃദയവികാരങ്ങൾ പറഞ്ഞ് കൊടുക്കുവാൻ വേണ്ടി മാലാഖമാർ ചിറക് വിരിച്ച് താഴേക്ക് പറന്നിറങ്ങണമെന്നില്ല. നിങ്ങൾ മാലാഖയാകേണ്ട സമയത്ത് നിങ്ങൾ തന്നെ ആകണം. അല്ലെങ്കിൽ ഈ ലോകത്ത് മരുഭൂമികൾ കൂടിക്കൂടി വരും, നരകങ്ങൾ കൂടിക്കൂടി വരും. ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നല്ല യാത്ര നേരുന്നു.